ചില പൊതുവായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ചിലപ്പോൾ അത് ചിലർക്ക് പരിഹാസമായിട്ട് തോന്നിയേക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിക്കുക എന്നതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ മറ്റൊന്നും അറിയാത്ത ഒരാളാണ് ഞാൻ. 3 കാര്യങ്ങൾ ആണ് ഇപ്പോൾ പൊതുവായ ഒരു പ്രാർത്ഥനയിലേക്ക് പോകുന്നതിന് എനിക്ക് നിദാനമായിട്ട് വന്നിരിക്കുന്നത്. 1, നാളുകളായി അറിയാവുന്ന ഒരാൾ, അദ്ദേഹം കുറച്ച് ദിവസങ്ങളായിട്ട് വിളിക്കാറില്ല, വിളിച്ചാലും മറുപടി തരാറില്ല. കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒഴിഞ്ഞ് ഒക്കെ ഓരോന്നൊക്കെ സംസാരിച്ചു. അതിന് ശേഷം ഞാൻ കുറേ കൂടെ ആഴത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു തീരുമാനം എടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയെടുത്തപ്പോൾ അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുക. ഞാൻ അദ്ദേഹത്തോട് അത് ചെയ്യരുതെന്ന് പറഞ്ഞു. ഈ നിമിഷം വരെ അദ്ദേഹം ചെയ്തിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. 2, ഒരു ദൈവദാസൻ, അദ്ദേഹം എന്നെ നിരന്തരമായിട്ട് വിളിക്കുന്ന ഒരാളാണ്. ഞാൻ കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം വല്ലാതെ പനിയാൽ ഭാരപ്പെട്ട്, വല്ലാതെ ചുമയും പ്രയാസത്താലും അദ്ദേഹം വല്ലാതെ ആകുലപ്പെട്ടിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ചു. 3, എൻ്റെ വൈഫും ചിലർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോൾ ഒരു സഹോദരി തൻ്റെ മകൻ്റെ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, എൻ്റെ മകൻ്റെ ജോലി കിട്ടാനായിട്ട് രാവിലെ പ്രാർത്ഥിപ്പിച്ചു. വൈകുന്നേരം ആ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഉറപ്പൊന്നുമില്ല. അപ്പോൾ എൻ്റെ വൈഫ് അവരോട് പറഞ്ഞു, ഞാൻ തുടർന്നും പ്രാർത്ഥിച്ചോളാം എന്ന് പറയുമ്പോൾ അവർ പറയുന്ന മറുപടി, ഇല്ല, എനിക്ക് സിസ്റ്ററിൻ്റെ ഉറപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെയുള്ള ആളുകളോടൊന്നും നമുക്കതിനുള്ള കഴിവില്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ചിന്ത നിങ്ങൾ പ്രാർത്ഥിച്ചത് നേടിത്തരണമെന്നാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? നമുക്കങ്ങനൊന്നും പറ്റില്ല. പക്ഷേ കർത്താവ് അത് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം മുമ്പിൽ കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു, ഒത്തിരി ആവശ്യക്കാർ മുമ്പിലുണ്ട്. നമ്മൾ ദൈവമല്ല, നമുക്ക് പ്രത്യേകിച്ചൊരു സിദ്ധിയുമില്ല. പക്ഷേ സകല സിദ്ധിയും അറിയുന്ന അല്ലെങ്കിൽ പ്രാപ്തനായ ഒരു ദൈവത്തെ ആരാധിക്കുകയാണല്ലോ നമ്മൾ. പ്രാർത്ഥന ഒരു വലിയ ആയുധം. അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാവർക്കായിട്ടും പ്രാർത്ഥിക്കുകയാണ്. പരിഹസിക്കുന്നവർക്ക് പരിഹസിക്കാം, എനിക്കറിയാം. എനിക്കൊത്തിരി വിഷയങ്ങൾക്ക് പ്രതിസന്ധികളിലൂടെ പോകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ചിലരുടെയൊക്കെ ജീവിതത്തിൽ വിടുതൽ ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലും വന്നിട്ടുണ്ട്. ചിലതൊന്നും പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയിട്ടുമില്ല. പക്ഷേ പ്രാർത്ഥിക്കുന്നത് ചിലർക്കൊക്കെ അനുഗ്രഹമായി തീരുന്നു എന്നുള്ളത് കൊണ്ട് പരിഹസിക്കുന്നവരുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ എല്ലാവർക്കായും പ്രാർത്ഥിപ്പാനായിട്ട് പ്രേരണ തരുന്നതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് ഇത് കേൾക്കാം, എൻ്റെ കൂടെ പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരുടെ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചിട്ട് യേശു ഒരു അത്ഭുതം ചെയ്യും. ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, നല്ല രാത്രിക്കായി നന്ദി പറയുന്നു. ദൈവമായ കർത്താവേ, അങ്ങയ്ക്ക് നന്ദി പറയുന്നു. പിതാവേ, ഞങ്ങൾ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവേ, ഞങ്ങൾ അങ്ങയ്ക്ക് സ്തുതി അർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സമശിഷ്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ ഭാരങ്ങൾ, വിവിധങ്ങളായ സങ്കടങ്ങൾ, വിവിധങ്ങളായ കഷ്ടങ്ങൾ, വിവിധങ്ങളായ മനപ്രയാസങ്ങൾ, ആകുലതകൾ,
ഇതിനാലൊക്കെ വലയുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷയും തകർന്നു, മരണമല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന നിലയിൽ വല്ലാതെ മനം തകർന്നു പോയിരിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുകയാണ്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ മടങ്ങുന്ന നാമമാകുന്ന യേശുവിൻ്റെ നാമത്തിൽ ജീവിതത്തിൽ വലിയ തകർച്ചയിലൂടെ കടന്നു പോകുന്ന ഈ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഒരു വഴി തുറക്കണമേ. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കുമെന്ന്. യെശയ്യാ പ്രവചനം 43:18-19 വചന വാഗ്ദാനം ഉപയോഗിച്ച് യേശുവിന് അധികാരമുള്ള നാമത്തിൽ സാധ്യതകളെല്ലാം മങ്ങി മരണം മുന്നിൽ കണ്ടുകൊണ്ട് മരിക്കാനായി തീരുമാനമെടുത്തിരിക്കുന്ന ചില ജീവിതങ്ങൾക്ക് വേണ്ടി, ചില വ്യക്തികൾക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുതം സംഭവിക്കട്ടെ, ഒരു വഴി തുറന്നു വരട്ടെ, ഒരു വഴി തുറന്നു വരട്ടെ, ഒരു നന്മ തുറന്നു വരട്ടെ. എഫദാ എന്നടിയൻ കൽപ്പിക്കുകയാണ്, തുറന്നു വരട്ടെ. കർത്താവേ, ഈ നിന്റെ മക്കൾക്ക് വേണ്ടി അവരുടെ സങ്കടത്താഴ്വരയിൽ എൻ്റെ യേശുവിൻ്റെ കരമൊന്ന് നീട്ടണമേ. രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കുന്ന കരങ്ങൾ, കാൽവറിയിൽ തുളയ്ക്കപ്പെട്ട കൈകൾ അവരുടെ ശരീരത്തിന്മേലേക്ക് ഒന്ന് നീട്ടണമേ. എൻ്റെ കർത്താവേ, അങ്ങ് സൗഖ്യദായകനാണല്ലോ. കർത്താവേ, ഇപ്പോൾ രോഗത്താൽ ഭാരപ്പെടുന്ന, ഒരു മരുന്നും ഫലിക്കാതെ ഇരിക്കുന്ന, ഏതു മരുന്ന് കഴിച്ചാലും പ്രയോജനമില്ലാത്ത, അഥവാ മരുന്ന് എടുക്കാൻ പണമില്ലാതിരിക്കുന്നു, മരുന്ന് കഴിച്ചിട്ടും വിടുതൽ ലഭ്യമല്ലാതിരിക്കും, ആ സഹോദരങ്ങൾക്ക് വേണ്ടി, ഈ വ്യക്തികൾക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൈകൾ നീട്ടണമേ, അവർക്ക് ആയുസ്സിനെ വർദ്ധിപ്പിക്കണമേ, ആരോഗ്യത്തെ വർദ്ധിപ്പിക്കണമേ, അവിടുത്തെ സമാധാനം കൊണ്ട് അവരെ നിറയ്ക്കണം. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. വഴികൾ തുറന്നു കൊടുക്കണമേ. എൻ്റെ കർത്താവെ, അങ്ങേക്ക് 1000 വഴികളുണ്ടല്ലോ. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, മേഘം കാണുകയില്ല. എന്നാൽ ഈ താഴ്വരയിൽ നിങ്ങൾ വെട്ടുന്ന കുഴികൾ വെള്ളം കൊണ്ട് നിറഞ്ഞ് നിങ്ങൾക്കും നിങ്ങളുടെ മൃഗസമ്പത്തുകൾക്കും സർവത്തിനും വേണ്ടതായി ജലം ലഭിക്കുമെന്ന് 2 രാജാക്കന്മാർ 3 പ്രവാചകനിലൂടെ ആ ജനത്തോട്, ദാഹിച്ചു വലഞ്ഞവരോട് അരുളി ചെയ്ത മഹാദൈവമേ, അവിടുത്തെ കരങ്ങൾ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഈ സഹോദരങ്ങൾക്ക് വേണ്ടി, അവരെവിടെ ഇരുന്നാണ് ഭാരപ്പെടുന്നതെങ്കിലും, അവർ രാജ്യത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ലോകത്തെ ഏത് ദിക്കിലിരുന്നാണെങ്കിലും അവർ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ അവിടുത്തെ കൈകൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കിഡ്നി തകർന്നു പോയ, ഡയാലിസിസിനാൽ വിധേയപ്പെട്ട് കർത്താവെ മരണം മുമ്പിലിരിക്കുന്ന വ്യക്തികൾ, ലിവർ ട്രാൻസ്പ്ലാന്റേഷനിൽ കർത്താവെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ കഴിയാതെ, ലിവർ കിട്ടാതെ ഭാരപ്പെടുന്നവർ, വിവിധങ്ങളായിട്ടുള്ള നിലകളിൽ താവേ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളാൽ കർത്താവെ, വിവിധങ്ങളായ സങ്കടങ്ങളാൽ, മനപ്രയാസങ്ങളാൽ, മനോഭാരങ്ങളാൽ, എൻ്റെ ദൈവമേ, നിന്റെ കരം എൻ്റെ കർത്താവർക്ക് വേണ്ടി ഇപ്പോൾ നീട്ടണം. യേശുവേ, മനസ്സറിവുള്ള ദൈവമേ, അവിടുത്തെ കൈകൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കും. സമാധാനമില്ലാതെ, ഭവനത്തിനകത്ത് സ്വസ്ഥതയില്ലാതെ, ആൾക്കൂട്ടത്തിൽ തനിയെ ജീവിക്കുന്നവരെ പോലെ ഒറ്റപ്പെട്ട് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി അവരുടെ സങ്കടങ്ങൾക്കായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആത്മീകമായി ഒന്ന് ഉയരാൻ കഴിയാതെ, പരിശുദ്ധാത്മാവിലൊന്ന് ബലപ്പെടാൻ കഴിയാതെ, കൂട്ടായ്മ ലഭിക്കാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്കായി, ജോലി മേഖലകളിൽ വെല്ലുവിളികൾ നേരിടുന്നവർക്കായി, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്കായി, ലഭിക്കുന്ന വരുമാനം കൊണ്ടൊന്നും തികയാതിരിക്കുന്നവർക്കായി അടിയൻ പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായം കഴിഞ്ഞിട്ട് വിവാഹം നടക്കാതിരിക്കുന്ന സഹോദരങ്ങൾക്കായി, ആ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കായി അടിയൻ പ്രാർത്ഥിക്കുന്നു.
എൻ്റെ യേശുവേ, അവർക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യണമേ. തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവാൻ പറഞ്ഞ കർത്താവേ, ഒരത്ഭുതം അവർക്കായി ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ ഒരത്ഭുതം ആ വ്യക്തികൾക്കായി ചെയ്യണമേ. അടിയൻ പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങൾക്കും, അതല്ല കർത്താവെ, അടിയനോട് കൂടെ പ്രാർത്ഥിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ ഓരോരുത്തരുടെയും വിഷയങ്ങൾക്കും എൻ്റെ യേശുവേ ഒരു വിടുതൽ കൊടുക്കണമേ. ജപ്തി ഭീഷണി, വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടതായ അവസ്ഥയിൽ, ലോണ് അടയ്ക്കാൻ കഴിയാതെ നിന്നാപാത്രങ്ങളായി, അടുത്ത ദിവസം അടുത്ത പ്രഭാതം കാണാൻ ധൈര്യമില്ലാത്തവരായിരിക്കുന്ന ഈ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഒരു അത്ഭുതം ചെയ്യണം. ഏത് തരത്തിൽ മനപ്രയാസത്താലാണെങ്കിലും, ശാരീരിക ബുദ്ധിമുട്ടുകളാലായാലും, ഏതെല്ലാം കഷ്ടത്തിലാലാണെങ്കിലും, സങ്കടക്കടലിലായിരിക്കുന്ന ഈ ഓരോ സഹോദരങ്ങൾക്ക് വേണ്ടി യേശുവേ, മഹാദൈവമേ, ഞങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ ഞങ്ങൾ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. പിതാവേ, ഒരത്ഭുതം അവർക്കായി ചെയ്യണം. ഇപ്പോൾ ഞങ്ങളുടെ മിടുക്കിനല്ല, ഞങ്ങളുടെ കഴിവിനല്ല, ഞങ്ങളുടെ സാമർഥ്യം കാണിക്കാനല്ല, അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനായി അങ്ങ് ചെയ്ത് ഈ മക്കളെ അനുഗ്രഹിക്കണം, ഈ സഹോദരങ്ങളെ അനുഗ്രഹിക്കണം. അവരുടെ സങ്കടം എന്ത് തന്നെയാണെങ്കിൽ മറുപടി അയക്കണം, അവരുടെ ബന്ധനങ്ങൾ അഴിക്കണം, അവരുടെ കെട്ടുകളെ പൊട്ടിക്കണം, അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണം. നാഥ, ഏത് വിഷയത്തിലാണെങ്കിലും, ഏത് പ്രയാസത്തിലാണെങ്കിലും, ഒരിക്കലും ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്ന് അവരോട് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിലാണെങ്കിൽ, ചെങ്കടൽ പോലെ മുമ്പിലുള്ള പ്രതിസന്ധിയാണെങ്കിലും, സിംഹം പോലെ അവരെ വിഴുങ്ങുന്ന, അവരെ താവെ കീറിക്കളയുന്ന പ്രതിസന്ധിയാണെങ്കിലും, കർത്താവെ, തീ പോലുള്ള അഗ്നി ജ്വാലയാകുന്ന വലിയ പ്രതിസന്ധിയാണെങ്കിൽ, എന്തു തന്നെയാണെങ്കിലും എല്ലാറ്റിനും പരിഹാരം വരുത്താൻ കഴിവുള്ള കർത്താവെ, അടിയൻ പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ താവെ, പ്രകാശത്തേക്കാൾ അതിവേഗം സഞ്ചരിക്കുന്ന അവിടുത്തെ വചനത്തിൻ്റെ ശക്തിയെ, അറുക്കപ്പെട്ട കുഞ്ഞാടാം യേശുവെ അവിടുത്തെ രക്തം പുരട്ടി ഇതിൻ്റെ മക്കളിലേക്ക് അയക്കുമ്പോൾ അത് വിടുതലായി, അനുഗ്രഹമായി, സമാധാനമായി, സന്തോഷമായി, ബലമായി, ആരോഗ്യമായി, ആത്മീകവും ഭൗതികമായ വിടുതലുകളായി അവരുടെ മേൽ മഞ്ഞുപോലെ, മഴ പോലെ ഇറങ്ങിച്ചെല്ലട്ടെ. ഒരു പുതപ്പായി അവരെ ചുറ്റട്ടെ. നീ മാനിക്കണം, അനുഗ്രഹിക്കണം. ഒരു വലിയ സമാധാനത്താൽ അവരെ നിറയ്ക്കണം. കർത്താവേ, ദേശങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ, രാജ്യങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ. ഏത് ദിക്കിൽ, ഏത് ഭാഗത്തിൽ വേദനയിൽ, ഭാരത്തിൽ, രോഗത്തിൽ, കഷ്ടത്തിലായിരിക്കുന്ന ഓരോ സഹോദരങ്ങൾക്ക് വേണ്ടി എൻ്റെ കർത്താവ് വിടുതലും അനുഗ്രഹവും നൽകി മാനിക്കണം. ഇവരോരോരുത്തരോടും നീ കരുണ തോന്നണമേ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ.